സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എവിക്ഷനും ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ ഇതിൽ ആരും ഒരാൾ പുറത്ത് പോകും. നല്ല സൗഹൃദത്തിൽ ഉള്ള 2 പേര് എല്ലാവരും അവിടെ പോയി നിൽക്കൂ. അനുമോൾ, ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നാലേ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കിയുള്ളവരെ തീരുമാനിച്ചോളൂ. ബിഗ് ബോസ് തീരുമാനിച്ചോളൂ. ഹലോ, ഐ മുകേഷ് മാധവ്. ആദിലയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്താണ് ആദില കാണിച്ചു കൂട്ടുന്നത്? റിയാസുമായിട്ട് ചേർന്ന് എന്തൊക്കെയാണ് ആദില ആ ഹോട്ടലിൽ കാണിച്ചു കൂട്ടുന്നത്? ഒരുപക്ഷെ അത് ടാസ്ക് ആണെങ്കിൽ കൂടി അതുവരെ ചങ്കിൻ്റെ ചങ്കായിരുന്ന ഷാനവാസ് ഇക്ക എന്ന് പറയുമ്പോൾ തേനൊലിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ആദില പെട്ടെന്ന് ഒരു ശത്രുവിനോട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഷാനവാസിനോട് ചെയ്തത്. അത് കണ്ട് തന്നെ ആയിരിക്കണം പ്രേക്ഷകർ ആദിലയ്ക്കേറെ തിരിഞ്ഞതും. ആദിലെ ഇപ്പോൾ പലരും കാണുന്നത് ഒരു മോശം പ്ലെയറായിട്ടാണ് കാണുന്നത്. പിന്നിൽ നിന്ന് കുത്തുന്നൊരു വ്യക്തിയായിട്ടാണ് ആദിലെ കാണുന്നത്. ഒരുപക്ഷെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് വന്നൊരു വ്യക്തിയായിരുന്നു സീസൺ തുടങ്ങിയ സമയത്ത്. പക്ഷേ അവർ 2 പേരായി, ആദില ആൻഡ് നൂറ എന്നുള്ളവർ 2 ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ നൂറ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരുപക്ഷെ കുറച്ച് ആക്രമണ സ്വഭാവം ഉണ്ട് എന്നുള്ളത് നൂറ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ആദില എന്നായിരുന്നു പലരുടെയും വിചാരം. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ആദില പിന്നിൽ നിന്ന് കുത്തുന്നൊരു വ്യക്തിയാണ്. ആദിലയുടെ തനി സ്വഭാവം റിയാസ് വന്നപ്പോഴാണ് മനസ്സിലായത്. റിയാസിൻ്റെ കൂടെ നടന്ന് പല കാര്യങ്ങളും ചെയ്ത് കുട്ടി, അതും ഷാനവാസിനെതിരെ ചെയ്തതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അവിടെ റിയാസ് ചപ്പുചവറുകൾ വലിച്ചു വാരി എറിയുന്ന ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് ബെഡ്റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ റിയാസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇത് ഷാനവാസിന് വേണമെങ്കിൽ ശത്രുക്കൾ കൊടുക്കുന്ന പണിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. അതായത് നെവിൻ ശത്രുവാണ്. നെവിൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആരും ഒന്നും കുറ്റം പറയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്തത് ഷാനവാസിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ആദില തന്നെയാണ് ചെയ്തത്. ഇവിടെയാണ് പ്രേക്ഷകർ പെട്ടെന്ന് ആദിലയ്ക്കേറെ തിരിഞ്ഞതും. ഒരുപക്ഷെ വേണമെങ്കിൽ പലരും പറയാം, അതൊരു ടാസ്ക് അല്ലേ? ടാസ്കിൽ അവർക്ക് കൊടുത്ത റോള് എന്ന് പറയുന്നത് മുതലാളിയുടെ പണമെല്ലാം ദൂർത്തടിക്കുന്ന ഒരു പുത്രിയായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ രീതിയിലല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഹോട്ടൽ നശിപ്പിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ വന്ന ഗസ്റ്റിന് വേണ്ട രീതിയിൽ ഷാനവാസിനോട് ശത്രുതയുള്ളതുപോലാണ് പലർക്കും ആദിലയുടെ പ്രവൃത്തി തോന്നിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറേ പ്രേക്ഷകർ ആദിലയ്ക്കേറെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആദിലയുടെ തനി സ്വഭാവം ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാണ് പലരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസിൽ ഗെയിം കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആളുകളുടെ മനസ്സ് മാറാം. അത് ഒരു ചെറിയ പ്രവൃത്തി ആയാൽ പോലും മതിയാവും. ഇവിടെ റിയാസ് കയറുന്നതിന് മുമ്പ് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് ആയിരുന്നു കൂടുതൽ വരുന്നത്. എന്നാൽ റിയാസ് കയറിക്കഴിഞ്ഞതിന് ശേഷം റിയാസ് ലക്ഷ്മിയെ ഫയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മിക്ക് പോസിറ്റീവായുള്ള കാര്യങ്ങൾ വരികയും ചെയ്തു. എന്നാൽ റിയാസിനെ സപ്പോർട്ട് ചെയ്ത ആദിലയ്ക്ക് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളുടെ പ്രവാഹമായി എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഷാനവാസിനെ ചതിച്ച വ്യക്തികളിൽ ഒരാളായിട്ടാണ് പലരും അതിനെ കാണുന്നതും കണക്കാക്കുന്നതും പറയുന്നതുമെല്ലാം. അവിടെ ആദില അല്ലാതെ വേറൊരാളാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഷാനവാസിനോടുള്ള ശത്രുതയുടെ പുറത്ത് ചെയ്തതാണെന്നേ പലരും കരുതുകയുള്ളൂ. എന്നാൽ കൂടെയുള്ള ഒരാൾ, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നെവിൻ്റെ വിഷയം എടുത്തുകൊണ്ട് വന്നത് തന്നെ ആദിലയാണ്. അന്ന് കിച്ചണിലുണ്ടായ പ്രശ്നം, അതായത് നെവിൻ കിച്ചണിൽ കയറി മല്ലിയില എടുത്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം അവിടെ നടക്കുകയും ആ സംഭവത്തിനിടയ്ക്ക് ആദില തുറന്നു പറഞ്ഞതാണ് നെവൻ്റെ ഈ വൃത്തികെട്ട കാർഡ് ഇറക്കല്ലേ എന്നുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ പുറത്താണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിൽ വെച്ച് തന്നെയാണ് നെവിൻ പല കാര്യങ്ങളും പറയാൻ ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ ഓർക്കേണ്ടത് അത് ഷാനവാസ് പറഞ്ഞൊരു കള്ളത്തരമായിട്ട് എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആദിലയും പറഞ്ഞു വെക്കുന്നത്. അതായത് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആദിലയും വ്യക്തമാക്കുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ആദില തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ എന്ന് പറഞ്ഞ മത്സരാർത്ഥിയും തന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ് മാത്രമല്ല പലരും ഇതുപോലെ നെവിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു എന്നാണ് ആദില വ്യക്തമാക്കുന്നത്. അവിടേക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർഷ്യാലിറ്റി ഉള്ള ഒരു ഗസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈസി ആയിരിക്കാം. അതിന് കൂട്ടുനിന്ന വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആദിലയും പലരും കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ടാസ്കിൽ ഷാനവാസിൻ്റെ കൂടെ നിന്ന് 2 വ്യക്തികൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് അനീഷാണ്. അനീഷ് നല്ല സ്ട്രോങ് ആയിട്ട് ഷാനവാസിൻ്റെ കൂടെ നിന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അനുമോൾ നിശബ്ദമായിട്ട് തന്നെ നിന്നു. ഒരു കുറ്റവും ഷാനവാസിനെ പറയാതെ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. പ്രത്യക്ഷത്തിൽ പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും നെഗറ്റീവായിട്ടും പറയാതെയാണ് അനുമോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം
അനുമോളും ഷാനവാസിൻ്റെ കൂടെ തന്നെ നിന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഷാനവാസ് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചത് ആദിലയും നൂറയും തന്നെ ആയിരുന്നു. എപ്പോഴും അവരുടെ കൂടെ തന്നെയായിരുന്നു ഇരിക്കുന്നത്, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും എല്ലാത്തിനും ഷാനവാസിൻ്റെ കൂടെ ആദിലയും നൂറയും ഉണ്ടായിരുന്നു. എന്നാൽ റിയാസ് വന്നതിന് ശേഷം ആ ഒരു കോംബോ തകർന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനിനി നാളെ എന്താവുമെന്നറിയില്ല, പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു കോംബോ ബ്രേക്കായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രേക്ഷകർ പലരും ഇപ്പോൾ ആദിലെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, ഒരാൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ, അവിടെയുള്ള ജോലിക്കാരെ ആക്ഷേപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരു മത്സരാർത്ഥിയെ ആക്ഷേപിക്കുമ്പോൾ അതിന് കൂട്ടായിട്ട് നിൽക്കുന്നത് ശരിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് കൂട്ടുനിന്ന വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ആദിലെ പലരും കാണുന്നത്. ആദിലയുടെ ഗെയിമും അങ്ങനെ തന്നെ ആയിരുന്നു. തുടക്കത്തിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആദില. പിന്നീട് അങ്ങ് നിറം മങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ടാസ്കിൽ നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടാസ്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിലുള്ള പ്രാങ്ക് നൽകി, നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് വന്നു. അതേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ടാസ്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഷാനവാസിനെ ഉപദ്രവിക്കാതിരിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഷാനവാസിനെതിരെ വരുന്ന അമ്പുകളെ തടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഷാനവാസിനെതിരെ വരുന്ന അമ്പുകളെ ചെറുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അതാണ് പ്രേക്ഷകരും പറയുന്നത്. അവിടേക്ക് ആദില ഷാനവാസിനെ ഒരു ശത്രുവായിട്ട് കണ്ടതുപോലെയാണ് പലർക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളുമുണ്ടായിരുന്ന സപ്പോർട്ടെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിലെ നാളുകൾ ആദിലേക്ക് കുറച്ച് കാഠിന്യമേറിയത് തന്നെ ആയിരിക്കും. റിയാസ് എന്തായാലും ഗസ്റ്റായിട്ടാണ് വന്നത്. റിയാസ് അങ്ങ് പോവും, ഈ ടാസ്കും തീരും, പുതിയ ടാസ്ക് വരും, പുതിയ സംഘർഷങ്ങൾ വരും, ആളുകൾ കുറയും, അതുപോലെ തന്നെ വോട്ടുകൾ സ്പ്ലിറ്റാവും. ഇപ്പോൾ അറിയാൻ കഴിയുന്നതിൽ ആദിലേക്കാളും കൂടുതൽ വോട്ടുള്ളത് നൂറയ്ക്ക് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നൂറയ്ക്കും ആദിലേക്കും വരുന്ന വോട്ടിൽ സ്പ്ലിറ്റ് വരികയാണെങ്കിൽ കൂടുതൽ പേരും നൂറയ്ക്ക് വോട്ട് ചെയ്യുകയും ആദിലേക്ക് കുറച്ച് വോട്ടുകൾ കിട്ടാനും ചാൻസ് കൂടുതലാണ്. അവിടെയാണ് ആദിലയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക് ഡിഫിക്കൽട്ടി നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ആദിലേക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പലർക്കും മനസ്സിലാവാത്തത്. ഇതിനി ആദിലയുടെ ഒരു ഗെയിമാണോ, ഇനി പുറത്തുനിന്ന് വന്നവർ പറഞ്ഞു കൊടുത്ത രീതികൾ കൊണ്ടാണോ? കുറേ പേര് പറഞ്ഞു കാണുമായിരിക്കാം ഷാനവാസിന് അത്രയും ആരാധകരൊന്നുമില്ല, എല്ലാം അനുമോൾക്കാണ് എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണോ അനുമോളുടെ കൂടെ കൂടിയതെന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിക്കനുസരിച്ചാണെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ആദിലയും എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ റിയാസ് അകത്ത് വരുന്നതിന് മുമ്പ് വരെ, അതായത് വിശിഷ്ട വ്യക്തിയായിട്ട് റിയാസ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് വരെ ആദില സപ്പോർട്ട് ചെയ്തത് ഷാനവാസിനെയായിരുന്നു. ഷാനവാസിക്ക പറയുന്നതെല്ലാം ശരിയാണ് എന്ന തരത്തിലായിരുന്നു ആദില പറയുന്നത്. ഷാനവാസിക്ക ഈ കാര്യം ഞങ്ങളിൽ ഇൻജക്റ്റ് ചെയ്യുകയായിരുന്നു, അതാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ആക്കി തീർത്തു. അവിടെ ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്കെല്ലാം നെവിനിൽ നിന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആദ്യത്തെ ആഴ്ചകളിലും രണ്ടാമത്തെ ആഴ്ചകളിലുമൊക്കെ പലരും അതിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ഓരോ മൂലയിലും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെവിനെക്കുറിച്ച് കുറ്റം പറയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ മറന്ന് ഹൗസിലുള്ള ഭൂരിപക്ഷം പേരും നെവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആദിലെയും ഒരു സേഫ് ഗെയിം കളിച്ച് അവരുടെ കൂടെ കൂടി എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നെവിനും പറഞ്ഞു വയ്ക്കുന്നത്. നെവിൻ്റെ കൂടെ ആദില പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് ഇൻജക്റ്റ് ചെയ്തതിനനുസരിച്ചാണ് കാര്യങ്ങൾ തങ്ങൾ മനസ്സിലാക്കിയത്. ഷാനവാസാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് ആ വേളയിൽ ഞങ്ങൾ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഷാനവാസ് അല്ല ആദ്യം അത് പുറത്ത് പറഞ്ഞത്. ഷാനവാസ് രഹസ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്തിനാ ആദില തുറന്ന് പറഞ്ഞു? അതും ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത്, നല്ല അടി നടക്കുന്ന സമയത്ത് സ്വയം ജയിക്കുന്നതിന് വേണ്ടി ആദില പറഞ്ഞു കൊടുക്കുകയാണ്, നീ വൃത്തികെട്ട കാർഡ് എടുക്കല്ലേ എന്ന്. ഇതാണ് നെവിനെ പിന്നെ ചൊടിപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നെവിൻ പിന്നെ കരയുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബിഗ് ബോസിനോട് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അവിടെയുള്ള ആൾക്കാരെയും ബോധവൽക്കരിച്ച് ഷാനവാസിനെതിരെ തിരിച്ചത്. ഇനി നാളെ ബിഗ് ബോസ് ഹൗസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ഷാനവാസിനെ കുറ്റക്കാരനാക്കിയാലും വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല. അങ്ങനെയും വരാം. അനുഭവം ഉണ്ടായവരെല്ലാം ഇപ്പം ഷാനവാസിനെ ക്രൂശിക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നെവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നെവിൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഷാനവാസിന് തന്നെ കുരുക്ക് വീഴുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ നെവിൻ അറിഞ്ഞോ എന്നറിയില്ല. നെവിനെക്കുറിച്ച് ആദ്യ ആഴ്ചകളിൽ പലരും ഇത് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അത് രഹസ്യമായിട്ട് പലപ്പോഴും പലരോടും പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രേക്ഷകർ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നതും ഷാനവാസ് പറഞ്ഞത് ശരിയാണെന്നും പറയുന്നത്. അല്ലാതെ ഈ വിഷയം ഷാനവാസ് പൊക്കിക്കൊണ്ടുവന്ന വിഷയമോ ആദില പൊക്കിക്കൊണ്ടുവന്ന വിഷയമോ അല്ല. ഇത് ആദ്യ ആഴ്ചകളിൽ തന്നെ നെവിൻ്റെ ഈ ശീലം ശരിയല്ല, നെവിൻ ഒരു നല്ല എൻ്റർടൈനറാണ്, പക്ഷേ പലർക്കും നെവിൻ്റെ കയ്യിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകുന്നു എന്ന് പലരും രഹസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതുതന്നെയാണ് 10-40 ദിവസം കഴിഞ്ഞിട്ട് പുറത്തു വന്നതും. അത് ആദിലയുടെ വായിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് തന്നെയാണ് ആദിലയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഷാനവാസും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. വേണമെങ്കിൽ ആദിലയ്ക്ക് അവിടെ വെച്ച് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കാമായിരുന്നു, എങ്കിലും അതൊരു വലിയ വിഷയമായിട്ട് പോകത്തില്ലായിരുന്നു. എന്നാൽ ആദില തന്നെ നെവിനുമായിട്ടുള്ള തർക്കത്തിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്, നീ വൃത്തികെട്ട കാർഡ് എടുക്കല്ലേ എന്ന്, വേണമെങ്കിൽ ഞാനെല്ലാം തുറന്നു പറയുമെന്ന്.
അത് ആദിലയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഷാനവാസിന് ബാക്കിയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥയും വന്നത്. ഇനി ഷാനവാസ് കള്ളം പറയുകയാണോ, ഇനി ഷാനവാസ് പറഞ്ഞതെല്ലാം കള്ളമാക്കി മാറ്റുകയാണോ എന്നൊന്നും അറിയില്ല. അവിടുത്തെ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗം പേരും നെവിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. രാത്രികാല ചർച്ചകളിലെല്ലാം ഷാനവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ നെവിനൊരു ഭാവിയില്ലേ, നെവിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്താമോ, നെവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, അവൻ്റെ പെങ്ങളുടെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഷാനവാസിനെതിരെ ഇവരെല്ലാം തിരിഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഷാനവാസ് അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതും ആദിലയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ആദിലയുടെ ഒരു വാക്കിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വന്നത്. അതിൽ നിന്ന് ഷാനവാസ് തുറന്നു പറയുകയും ചെയ്തു. ഈ കാര്യം തുറന്നു പറഞ്ഞത് ഞാനല്ലല്ലോ, നിൻ്റെ ഓണറിൻ്റെ മകളല്ലേ എന്ന് നെവിനോട് വ്യക്തമായിട്ട് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നത് അത് ആദിലയോട് താങ്കൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തതിനനുസരിച്ചാണ് ആദില പറഞ്ഞതെന്നാണ്. അത് ആദിലയ്ക്ക് ഇപ്പോൾ മനസ്സിലായി എന്നുമാണ് നെവിൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഷാനവാസ് ഒരു ചെറിയ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. കൂടെ ഇപ്പോൾ കൂട്ടിനുള്ളത് അനീഷ് കൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി ലാലേട്ടൻ ഷാനവാസിനെതിരെ തിരികുകയാണെങ്കിൽ അനീഷും കൈവെടിയും എന്ന് തന്നെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഷാനവാസിന് കുറച്ചുകൂടി പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ കഴിയുകയും അനീഷിനും അതിലൊരു പാർട്ടാവാൻ കഴിയുകയും ചെയ്തു. എന്നാൽ ആദിലയുടെ സ്ഥിതി മറിച്ചാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറേ ഹേറ്റേഴ്സിനെ വാങ്ങാൻ ആദിലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതും ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തി, ഇല്ലെങ്കിൽ കൂടെ നിന്ന് ഒറ്റുന്ന വ്യക്തി എന്ന തരത്തിലാണ് പലരും പറയുന്നത്. ഇവിടെ അതൊക്കെ പറയാനിടയാക്കിയത് ചിലപ്പോൾ റിയാസ് സലീമിനുള്ള നെഗറ്റീവ് തന്നെ ആയിരിക്കണം. അതായത് റിയാസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് നെഗറ്റീവും കൂടും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ മാറി മറിയാൻ ഒരാഴ്ച പോലും വേണ്ട, ഒരു ദിവസം മാത്രം മതി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു ദിവസവും വേണ്ട, ഒരു നിമിഷം മാത്രം മതി എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ലാലേട്ടൻ വരുമ്പോൾ മാത്രമായിരിക്കും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.